അസ്സലാമലൈക്കും. ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മത്തിയും മുരിങ്ങക്കായ കേട്ടോ. നിങ്ങളവിടേക്ക് എന്താ പറയാന്നറിയാം. ഞങ്ങളുടെ നാട്ടിൽ മുരിങ്ങക്കായ എന്നാട്ടോ പറയുക. മുരിങ്ങക്കായ എന്നൊക്കെ പറയും. അതും പാടെ ഒരു കറി കേട്ടോ ഞാൻ വയ്ക്കുന്നത്. നാളികേരമൊക്കെ അരച്ചിട്ട് അടിപൊളി ഒരു കറി കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. സിമ്പിളാണ് കറി വെക്കാനൊക്കെ സിമ്പിളാണ് കേട്ടോ. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. അതിലൊരു 5-6 മണി ഉലുവ ഇടുക കേട്ടോ. ആ ഉലുവ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇല്ലേ, അത് 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചതച്ചിടുക കേട്ടോ. അതിങ്ങോട്ട് ഒരു ബ്രൗൺ നിറമാകുമ്പോൾ ചെറിയ ഉള്ളിയില്ലേ നടുകെ കീറിയത് ഒരു ബൗൾ വേണം കേട്ടോ. ചെറിയ പാത്രത്തിൽ എടുക്കുക. അത്തിരി നിറയെ എടുത്താൽ അത്രയും നല്ലത്. അത് ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റുക കേട്ടോ. അതൊക്കെ ഒന്ന് കളറ് മാറി വരുമ്പോൾ നമ്മൾ തക്കാളിയും പച്ചമുളകും കൂടിയും അതിലോട്ട് ഇടുക കേട്ടോ. അതും നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. വഴറ്റിയെടുക്കുക നമുക്ക് തേങ്ങ അരച്ചിട്ടാട്ടോ വെക്കുന്നത്. അതുകൊണ്ട് ലേശം തേങ്ങയും 2-3 ചെറിയ ഉള്ളിയും വലിയ ജീരകമല്ലേ, പെരിഞ്ചീരകം എന്നൊക്കെ പറയില്ലേ, അതും ലേശം ഇട്ടിട്ട് നമ്മൾ തേങ്ങ അരക്കുക കേട്ടോ. തേങ്ങ അരച്ചു. അപ്പോൾ നമുക്ക് പൊടികൾ ഇടാം കേട്ടോ. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂണ് സാദാ മുളക് പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടി, അതും പാടിട്ട് 2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട്, ആവശ്യത്തിന് ഉപ്പാണ് ഞാൻ നിറയെ വെക്കുന്നുണ്ട്, അതുകൊണ്ട് ഉപ്പ് അധികം വേണം കേട്ടോ. അത് എഴുതിയിട്ട് അതിൻ്റെ മണം വരുന്ന ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ പുളി ഒഴിക്കാം കേട്ടോ. പുളി ഒഴിച്ചിട്ട് 2 പുളി കേട്ടോ ഞാൻ എടുത്തുക്കുന്നത്. ഇത്തിരി വലിയ പുളിയാണ് എടുത്തുക്കുന്നത്. അത് നന്നായി വെന്ത് കഴിയുമ്പോൾ നമ്മൾ മുരിങ്ങക്കായും മീനും ഒപ്പാട്ടോ ഇടുന്നത്. അത് 2ഉം പാടെ ഒപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. മുരിങ്ങക്ക ഞാനൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പുറത്തെ പാത്രത്തിൽ. ആ പാത്രത്തോടെ ഇടരുത്, എന്നുവെച്ചാൽ ഈ മത്തിക്ക് അധികം വേവില്ലല്ലോ, അത് കാരണം ഇത് നല്ല ഉടഞ്ഞു പോകും മത്തി. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വേവിച്ചെടുത്തു കേട്ടോ. ചട്ടിയിൽ വേറെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് അത് വെന്ത് കഴിഞ്ഞുമ്പോൾ അപ്പം തന്നെ നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, പെരിഞ്ചീരവും 2 ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ആ തേങ്ങ അരച്ചതായിരിക്കും വീട്ടിയിട്ടു. തിളക്കരുത് കേട്ടോ നല്ലോണം. 4 പുറം അങ്ങനെ ചെറുതായി തിളച്ച് വരുമ്പോൾ 2 കറിവേപ്പില ഇട്ടപ്പോൾ ആൾ ഉഷാറായിട്ടോ. കറി അടിപൊളിയാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവരും അഭിപ്രായം പറയണം. നല്ല ടേസ്റ്റാണ് കേട്ടോ, വെറുതെ പറയണമല്ല, നല്ല രസമാണ് അത് കൂട്ടാൻ. അപ്പോഴൊക്കെ നമുക്ക് പപ്പടം പൊരിക്കാം കേട്ടോ. അപ്പോൾ പപ്പടത്തിന് അവിടെ എണ്ണ ചൂടായിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പപ്പടം കൂടിയും കൂട്ടി കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ശരി, ഓക്കേ. ഇനി നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്.